ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. സർവ്വ ദൈവമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് നാരായണീയം ദശകം 69 രാസക്രിയയുടെയാണ് വായിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഇവിടം വരെ വായിച്ചു നോക്കാം. നമ്മളിവിടെ 7ഉം 8ഉം ശ്ലോകങ്ങളൊക്കെ വായിച്ചു. തരുണീമണികളായ ആ ഗോപസ്ത്രീകൾ രാസലീലയുടെ സന്തോഷ ആധിക്യത്താൽ ഉന്മാദാവസ്ഥയിലെത്തി. എന്തെന്ത് കൂത്തുകളാണ് കാട്ടിയതെന്ന് വർണ്ണിക്കുക തന്നെ പ്രയാസകരമാണ്. അത്രത്തോളം പരമാത്മാവുമായിട്ട് ലയിച്ചു അവർ. ഭഗവാനെ, ഗുരുവായൂരപ്പ, അവർ സാവധാനത്തിൽ പാട്ടൊക്കെ അവസാനിച്ചു, വാദ്യമേളങ്ങൾ നിന്നു. എന്നിട്ടും അവരെന്ത് ചെയ്തു? ഇതൊന്നും അവരറിയുന്നില്ല. പാട്ടും കൊട്ടും ഒന്നും ഇല്ലാതെ തന്നെ ആ അങ്കനമാർ ബ്രഹ്മാനന്ദരസം അനുഭവിച്ചുകൊണ്ട് പരവശരായി സദസ്സിൽ നൃത്തം വച്ചുകൊണ്ടിരുന്നു. വാദ്യവും ഗാനവും നിലച്ച്, എങ്കിലും നൃത്തം തുടർന്നു. ആ നൃത്തരസത്തിൽ മടിക്കുത്ത് അയഞ്ഞതോ മുടി അഴിഞ്ഞു പോയതോ മുലക്കച്ച മാറിപ്പോയതോ ഒന്നും തന്നെ അവരറിഞ്ഞില്ല. കാരണം ബ്രഹ്മാനന്ദ ലഹരിയിലായിക്കഴിഞ്ഞാൽ പുറമേയുള്ള ഒന്നും നമുക്ക് ശരീരം എന്താണെന്നോ ശരീരത്തിൽ എന്തൊക്കെ നമ്മൾ ധരിച്ചിരിക്കുന്നെന്നോ പുറം ലോകമായിട്ട് അത് ഉള്ളിനകത്ത് നടക്കുന്ന ഒരു പ്രക്രിയ, അതായത് ബ്രഹ്മാനന്ദ ലഹരി എന്ന് പറഞ്ഞാൽ അത് ഉള്ളിനകത്ത് ആനന്ദലഹരിയാണ്, അന്നേരം പുറമേ ഉള്ളത്. കാരണം നമുക്ക് പുറമേ ഉള്ള എത്രമാത്രം ഇഷ്ടമുള്ള ചില കാര്യങ്ങളുണ്ടാ ദൈവം എന്നുള്ള ചിന്തയുണ്ടോ, അതുപോലെ തന്നെയാണ് പരമാത്മാവിൽ ലയിച്ചു കഴിയുന്ന ഒരു ഭക്തന് പുറമേ ഉള്ളതൊന്നും മനസ്സിൽ ഓർമ്മ വരത്തുമില്ല, അതൊന്നും അറിയത്തില്ല. അതെല്ലാം ശൂന്യമായി തന്നെ ഇരിക്കും. ശരീരമായിട്ടുള്ള ബന്ധമൊന്നും അവർക്ക് ആ സമയത്തില്ല. അതുകൊണ്ട് അവർ ഇതൊന്നും അറിഞ്ഞില്ല. മുലക്കച്ച മാറിപ്പോയതോ മുടി അഴിഞ്ഞു പോയതോ ഒന്നും തന്നെ അവരറിഞ്ഞില്ല. പിന്നെ എന്ത് പറയാൻ, ജ്യോതിർഗോളങ്ങൾ കൂടി ആകാശത്ത് അന്തം വിട്ട് നിന്ന് പോയി. അത്ര ലഹരിയായിരുന്നു. ആകാശത്ത് ഇത് കാണാൻ വേണ്ടി ദേവഗണങ്ങളെല്ലാം വന്നിൽപ്പുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ശ്ലോകത്തിൽ എന്താ പറയുന്നത് നോക്കാം. ശ്ലോകം 9 വായിക്കാം. മോദസീംനി ഭുവനം വിലാപ്യ വിഹൃതിം സമാപ്യ ച തതോ വിഭോ കേളി സമൃദിത നിർമ്മലാംഗനവ കർമ്മലേശ സുഭഗാത്മനാം മന്മഥാ സഹന ചേതസാം പശുവയോഷിതാം സുഹൃതചോദിത താവൽ ആകലിത മൂർത്തിർ ആദദിത മാരവീര പരമോത്സവാൻ മോദസീംനി ഭുവനം വിലാപ്യ വിഹൃതിം സമാപ്യ ച തതോ വിഭോ കേളി സമൃദിത നിർമ്മലാംഗനവ കർമ്മലേശ സുഭഗാത്മനാം മന്മഥാ സഹന ചേതസാം പശുപയോഷിതാം സുഹൃതചോദിത താവൽ ആകലിത മൂർത്തിർ ആദദിത മാരവീര പരമോത്സവാൻ. അവർ നൃത്തലഹരിയിൽ ആയി. അപ്പോൾ അനന്തരം ഭട്ടതിരിപ്പാട് പറയുന്നു, ഭഗവാനെ, വിഭോ, കൃഷ്ണ, ഗുരുവായൂരപ്പ, പ്രപഞ്ചത്തെ മുഴുവൻ ഇപ്രകാരം പരമാനന്ദത്തിൽ ആഴ്ത്തിയ പരമാത്മാവായ ഭഗവാനെ രാസലീല അങ്ങ് മതിയാക്കി. അപ്പോൾ ഇവരെല്ലാവരും ആനന്ദത്തിൽ നൃത്തമാടി. പക്ഷേ പ്രപഞ്ചം മുഴുവനും ഇപ്രകാരം പരമാനന്ദത്തിലാഴ്ത്തിയ ഭഗവാൻ രാസലീല മതിയാക്കി നർത്തന തിമിർപ്പിൽ പരിശുദ്ധമായ അവയവങ്ങളിൽ അല്പാൽപ്പം പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ അണിഞ്ഞ് കൂടുതൽ സുഭഗമായ ശരീരത്തോടും അടക്കാനാവാത്ത അനംഗതാപത്തോടും കൂടിയ ആ ഗോപസുന്ദരിമാരുടെ സുഹൃതത്താൽ പ്രേരിതനായി ഭഗവാൻ. അവരെത്രമാത്രം ലയിച്ചു, ആ സുന്ദരിമാർ ഭഗവാനിൽ എത്രമാത്രം സുഹൃതം കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഗോപികമാരുടെ കാര്യത്തിൽ ഭഗവാൻ പ്രേരിതനായി. കാരണം ഭഗവാന് പിന്നെ ഭക്തന്മാരോട് അത്രമാത്രമാണ്. പിന്നെ ഭഗവാൻ അടങ്ങിയിരിക്കത്തില്ല. അവരോടൊക്കെ അങ്ങോട്ടിനി എന്ത് ചെയ്യാം. ഇവിടെ ആ ഗോപസ്ത്രീകൾ അത്രമാത്രം പരമാനന്ദ ലഹരി അനുഭവിച്ച് പരമാത്മാവുമായിട്ട് ചേർന്ന് ലയിച്ചു. പുറമേ ഉള്ളതൊക്കെ മറന്നു, ഒന്നും ഉള്ളിൽ ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ വാദ്യം നിർത്തിയതോ പാട്ട് നിർത്തിയതോ ഒന്നും തന്നെ അവരറിഞ്ഞില്ല. അവിടെ മുടി അഴിഞ്ഞു പോയതോ മുലക്കച്ച മാറിപ്പോയതോ ഒന്നും തന്നെ അവരറിഞ്ഞില്ല. അത്രത്തോളം അവർ സുഹൃതത്തിൽ ആറാടി. അപ്പോഴെന്ത് വന്നു? പരമാത്മാവായ ശ്രീകൃഷ്ണൻ
അവർക്ക് അങ്ങോട്ട് ഭഗവാൻ തന്നെ പ്രേരിതനായി വെച്ചാൽ പിന്നെ അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുക എന്നതാണ്. നമ്മളോട് പരമാത്മാവിന് ഇഷ്ടം വന്നാൽ, ഭഗവാൻ കൃഷ്ണൻ നമ്മളെ അത്രത്തോളം സ്നേഹിച്ചാൽ, നമ്മുടെ ഉള്ള സ്നേഹവും പരിശുദ്ധതയും, അതായത് നിർമ്മലമായ നിഷ്കളങ്കമായ കപടമില്ലാത്ത പരമാത്മാവിനെ സ്നേഹിക്കുക, ഭക്തിയോട് നിറയ്ക്കുക, അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ നിർവൃതിയിൽ അലിയും എന്നറിയുന്ന ഭഗവാൻ പിന്നെ ഇങ്ങോട്ട് തള്ളി 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 ഇങ്ങോട്ട് എന്ത് വേണം എന്നുള്ള ഇങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അതുപോലെ ഭഗവാൻ ഇവിടെ ഗോപികൾക്ക് ഇങ്ങോട്ട് തള്ളി പറയുന്നു, പ്രേരിതനായി എന്താ വേണ്ടത് നിങ്ങൾക്ക്. അങ്ങനെ ഭഗവാൻ പ്രേരിതനായി എത്ര സ്ത്രീകളുണ്ടോ അത്രയും തന്നെ രൂപം ധരിച്ച്, ഇവിടെ ഒരു കൃഷ്ണനല്ല, പിന്നെ എല്ലാവർക്കും എത്ര സ്ത്രീകളുണ്ടോ അവർക്കെല്ലാം അതിൽ കൂടി എന്താ പിന്നെ വേണ്ടേ. പരമാത്മാവായ ശ്രീകൃഷ്ണൻ എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ തന്നെ എല്ലാ അപ്പുറത്തും ഇപ്പുറത്തും ഒരാളല്ല, എല്ലാവരുടെ മുമ്പിലും ഭഗവാനുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ എത്ര സ്ത്രീകളുണ്ടോ അത്രയും തന്നെ രൂപം ധരിച്ച് അവരുമായി കാമക്രീഡാ മഹോത്സവം കൊണ്ടാടി. അപ്പോൾ ഭഗവാൻ ഇങ്ങോട്ട് ഒരു ഭക്തൻ എങ്ങനെ അങ്ങോട്ട് നിൽക്കുന്നു, എത്രത്തോളം ഭക്തിയും സ്നേഹവും നിർവൃതിയും പരമാനന്ദ ലഹരി ഈശ്വരൻ്റെ ആ പരമാത്മാവായിട്ട് നമ്മൾ എങ്ങനെ എത്രമാത്രം ചേർന്നു യോഗിയായി തീർന്നു. ഇവിടെ കുറച്ച് നേരം കൊണ്ട് കുറച്ച് ദിവസം കൊണ്ടാണ് അവരിങ്ങനെ പരമാത്മാവിൽ മുങ്ങിയത്, ആനന്ദ സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങി. അപ്പോൾ അത്രമാത്രം ആനന്ദ ലഹരി വന്നപ്പോൾ ഭഗവാൻ പിന്നെ ഇനി അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുക, ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കൃഷ്ണനായി നിന്ന് തരാം, എന്താ നിങ്ങൾക്ക് വേണ്ടത്. അവർക്കും അതാണ് ആവശ്യം, പരമാത്മാവിൽ ലയിക്കുക, എനിക്ക് എൻ്റെ കൃഷ്ണനെ എനിക്ക് വേണം. അതുകൊണ്ട് ഭഗവാൻ അത് അറിഞ്ഞു, അങ്ങനെ ഉള്ളവരാണെന്ന്. അതുകൊണ്ട് ഭഗവാൻ അവർക്ക് ഓരോ കൃഷ്ണനും ഓരോ സ്ത്രീക്കും അങ്ങനെ തന്നെ രൂപം ധരിച്ച് ഭഗവാന് എത്ര ഇപ്പോൾ 10 സ്ത്രീകളുണ്ടെങ്കിൽ 10 കൃഷ്ണ രൂപം ധരിച്ച് അവരുമായി കാമക്രീഡാ മഹോത്സവം കൊണ്ടാടി. ഭഗവാന്റെ രാസകേളി പ്രപഞ്ചത്തെ മുഴുവൻ സന്തോഷത്തിൻ്റെ സീമയിലെത്തിച്ചു. അപ്പം പ്രപഞ്ചം മുഴുവനും ആ സ്ത്രീകൾ മാത്രമല്ല അനുഭവിക്കുന്നത്, ആ ഭഗവാന്റെ ആ രാസകേളി പ്രപഞ്ചത്തെയാണ് മുഴുവൻ. അവിടെ എത്ര വൃക്ഷലതാദികളുണ്ടോ പക്ഷിമൃഗാദികളുണ്ടോ, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊള്ളും. മണ്ണും അതിലുള്ള ജലവും എന്തെല്ലാം വായുവും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഭഗവാന്റെ രാസകേളി അത്രമാത്രം അവരെല്ലാം ആനന്ദിച്ചു, അത് സീമയിലെത്തിച്ചു പ്രപഞ്ചം മുഴുവനും. അതുകൊണ്ട് ഭഗവാൻ ആ സന്തോഷത്തിൻ്റെ സീമയിലെത്തിച്ചു. ആ സന്തോഷത്തിന് അതിരില്ലായിരുന്നു, ഒരതിരില്ല, അത്രമാത്രം അതികടന്ന അനുഭൂതിയായി. ആ ഗോപാംഗനമാരുടെ ഒടുങ്ങാത്ത രാഗവും ഭക്തിയും കണ്ട് അവരെ കൂടുതൽ ആനന്ദിപ്പിക്കുന്നതിനായി ഒരു ഗോപികയ്ക്ക് ഒരു കൃഷ്ണൻ എന്ന രീതിയിൽ എല്ലാവരെയും സന്തുഷ്ടരാക്കി. അപ്പം അല്പനേരം ഒരു സ്ഥലത്ത് നിന്നിട്ട് എൻ്റെ അടുത്ത് വന്നില്ലല്ലോ, അപ്പം അങ്ങോട്ട് ഇങ്ങനെ വേണ്ട, ഭഗവാൻ എല്ലാവർക്കും ഒരുപോലെ ഓരോരുത്തരുണ്ട്. അങ്ങനെ എല്ലാവർക്കും സന്തുഷ്ടരാക്കി എല്ലാവരെയും. ഓരോ ഗോപികയ്ക്കും എന്താ തോന്നിയത്, കൃഷ്ണൻ എൻ്റേത് മാത്രമാണെന്ന്. കാരണം കുട്ടികൾ നോക്കുമ്പോൾ എൻ്റെ അടുക്കലുണ്ട്, ഇപ്പോഴും എൻ്റെ അടുക്ക തന്നെ ഉണ്ട്. അപ്പം കുഞ്ഞുങ്ങൾക്ക് തോന്നി, ഗോപികമാർക്ക് തോന്നി ഭഗവാൻ എൻ്റെ മാത്രമാണെന്ന്. അതുകൊണ്ട് എല്ലാവർക്കും അപ്പം എന്താ ആ കൃഷ്ണൻ എൻ്റേത് മാത്രമാണെന്ന്, തന്നോടാണ് കൂടുതൽ ഇഷ്ടമെന്നും. അങ്ങനെയാ ഭഗവാൻ അവരുടെ ഇംഗിതം എന്താണ്, ഒരു സ്ത്രീയുടെ ആ ഗോപസ്ത്രീക്ക് എന്താണ് ആവശ്യം അതാണ് ഭഗവാൻ നൽകുന്നത്. അവരുടെ മനസ്സിൻ്റെ ഇഷ്ടമാണ് ഭഗവാന്റെ ഇഷ്ടം. എന്താ കാരണം, അത്രത്തോളം സ്നേഹവും ഭക്തിയും ഉള്ളതുകൊണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പം നമുക്ക് മറ്റ് ലോകത്തിലുള്ള ഏതെങ്കിലും ആണോ ആവശ്യം, അത് നമ്മുടെ മനസ്സിൽ ചിന്തിച്ചാൽ മതി. നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട് പരമാത്മാവ്, നമ്മൾ ചിന്തിക്കുന്നത് പരമാത്മാവ് അറിയുന്നു. നമ്മൾ ഉറക്കെ കിടന്ന് പറയുകയൊന്നും വേണ്ട, നമ്മുടെ മനസ്സ് ചിന്തിച്ചാൽ മതി. നമ്മുടെ മനസ്സ് തന്നെ പരമാത്മാവാണ്. അവിടെ മനസ്സെന്ന് പറയുന്നതും ആത്മാവെന്ന് പറയും പ്രകൃതി പുരുഷൻ തന്നെയാണ്. നമ്മൾ തന്നെയാണ് പ്രകൃതിയും പുരുഷനും. ആത്മാവ് അറിയും മനസ്സിൻ്റെ ആ പ്രകൃതിയാകുന്ന ആ ശക്തി സ്വരൂപിണിയായിരിക്കുന്ന ദേവി നമ്മൾ തന്നെയാണ്. അത് ഈശ്വരൻ അറിയും നമ്മുടെ ചിന്തകൾ. അപ്പോൾ ആ ചിന്ത അനുസരിച്ച് തന്നെ പരമാത്മാവ് പ്രവർത്തിക്കും. ഇവിടെയും അങ്ങനെ തന്നെയായി. കൃഷ്ണൻ എൻ്റേത് മാത്രമാണെന്ന് തന്നോടാണ് കൂടുതൽ ഇഷ്ടമെന്നും ഈ കുട്ടികൾക്കെല്ലാം തോന്നി. എല്ലാവർക്കും ഒരേ വികാരമായതിനാൽ ആർക്കും അതൃപ്തി ഉണ്ടായില്ല, എല്ലാവർക്കും തൃപ്തികരമായിരുന്നു. കാരണം അവർക്ക് എന്താണ് ആവശ്യം അതറിഞ്ഞാണ് പരമാത്മാവ് കൊടുക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടാനുസരണം ക്രീഡ ചെയ്യാനുള്ള അവസരം നൽകി. പിന്നെ അതിൽ കൂടി എന്താ വേണ്ടേ, അവരുടെ എന്താ ഇഷ്ടം അതനുസരിച്ച് ഒരു ഭക്തൻ എന്താ ഇഷ്ടം ആ കുട്ടികൾക്ക് അതായിരുന്നു ഇഷ്ടം. ഭഗവാനുമായിട്ട് ചേർന്ന് ലയിച്ച് ക്രീഡ നടത്തുക, ആനന്ദിക്കുക. അത് നമുക്ക് കുടുംബജീവനുള്ള ഗൃഹസ്ഥാശ്രമങ്ങൾക്കാണെങ്കിൽ നമുക്ക് ഈ ലൗകികമായ എന്താണ് ആവശ്യം, ഒന്നും മുടക്കത്തില്ല പരമാത്മാവ്.
ഈശ്വരൻ നമുക്ക് വായും വയറും തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാം നമുക്ക് വിശക്കുമെന്ന്. ഒന്നിനും ഒരു മുട്ടും ഇല്ലാതെ വരത്തില്ല. സർവ്വതം നേടി തന്നിട്ടേ പരമാത്മാവ് നമ്മൾ ലയിക്കേണ്ട കാര്യമുള്ളൂ. നമ്മൾ പക്ഷേ എല്ലാം തരുമ്പോൾ നമ്മൾ അഹങ്കരിക്കാതിരുന്നാൽ മാത്രം മതി. ഇതെന്താ സംഭവിക്കുന്ന ലോകം? എല്ലാം കിട്ടുമ്പോൾ അഹങ്കാരം വർദ്ധിക്കുമ്പോൾ ഭഗവാൻ നേരെ തകിടം മറിക്കും. അത് വരാതിരിക്കണമെങ്കിൽ താഴ്മയും വിനയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ അതിലും താഴേക്ക് ചിന്തിക്കണം. മനസ്സും വിനയമൊക്കെ അങ്ങ് താഴേക്ക് പോകുമ്പോൾ ഭഗവാൻ നിലനിന്ന് നമ്മളെല്ലാ കാര്യം നോക്കിയിട്ട് നമ്മൾ ആനന്ദിക്കാനുള്ള സൗകര്യം ഒപ്പിച്ചു തരും. അതിനെല്ലാം ഭഗവാൻ വഴിയൊരുക്കി തരികയും ചെയ്യും. നമ്മളങ്ങ് നിന്ന് കൊടുത്താൽ മതി. ഈശ്വര എന്നുള്ള ചിന്തയിൽ സർവ്വ ജോലി ചെയ്യുമ്പോഴും ഭഗവാനെ ഇതെല്ലാം അങ്ങ് തന്നതാണ്, ഇതെല്ലാം അവിടേക്ക് സമർപ്പിക്കുന്നു. ഞാൻ ആരുമല്ല, എന്നാലൊന്നും ഒക്കത്തില്ല. ഇങ്ങനെ നമ്മൾ എല്ലാം അങ്ങ് അർപ്പിച്ച് നമ്മൾ ചെയ്യൂ. നമ്മൾ താഴ്മയും വിനയവുമായിട്ട് നിൽക്കൂ. ഭക്തിയും സ്നേഹവും ഭക്തിയും എല്ലാം ഭഗവാനോട് അർപ്പിക്കൂ. അപ്പോൾ ആ ഭഗവാൻ അതിനൊന്നും ഒരു തടസ്സമില്ലാതെ നോക്കിക്കോളും. അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എല്ലാ ഗോപികമാരുടെയും ഇഷ്ടാനുസരണമാണ് ക്രീഡ ചെയ്യാനുള്ള അവസരം നൽകുക. ഇവിടെ ക്രീഡ എന്ന് പറയുന്നത് എല്ലാം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ചെയ്യുന്നതെല്ലാം ക്രീഡകളാണ്. എന്ത് ജോലി ചെയ്യുന്ന അതൊക്കെ അവരവരുടെ ക്രീഡകളാണ്. നമുക്ക് ഏത് വഴിയാണ് വേണ്ടത്? ഭഗവാൻ ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം എന്തെങ്കിലും മറ്റ് ഈ ലൗകികമായ ജോലിയാണോ ഭഗവാനെ ഇത് ഇങ്ങനെയാണല്ലോ അത് അങ്ങനെയാണല്ലോ ഇതിനുള്ള മുട്ടില്ലാതെ തീർക്കണമല്ലോ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതാണ് പിന്നെ അവിടെ ഭഗവാൻ തരുന്നത്. നമ്മളത് മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മതി. അതെല്ലാം എന്താ നമ്മുടെ ഇഷ്ടം അതാണ് ഇവിടെ. ഇത് ചിന്തിക്കേണ്ടതേ ഉള്ളൂ. ഇവിടെ ക്രീഡ എന്ന് പറയുമ്പോൾ ഗോപസ്ത്രീകൾക്ക് വേണ്ടത് അവർക്ക് കൊടുത്തു. നമുക്കെന്താ വേണ്ടത് അത് നമുക്ക് തരും. ലൗകികമാണോ ആത്മീയമാണോ ഏതാണ്? രണ്ടും വേണോ? രണ്ടും തരും. അതാണ് ഭഗവാൻ. ഭക്തി വേണം, സ്നേഹം ഭഗവാനുള്ളതേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു ശ്ലോകം കൂടെ വായിക്കാം. ശ്ലോകം 10. കേളിഭേദപരിലോളിതാഭിർ അതിലാളിതാഭിർ അബലാളിഭി സ്വൈരം ഈശനനു സൂരജാ പയസി ചാരുനാമവിഹൃതിം വ്യഥ കാനനേപി ച വിസാരി ശീതള കിശോരമാരുത മനോഹരേ സൂനസൗരഭമയേ വിലേസിത വിലാസിനീശത വിമോഹനം. കേളിഭേദപരിലോളിതാഭിർ അതിലാളിതാഭിർ അബലാളിഭി സ്വൈരമീശനനു സൂരജാ പയസി ചാരുനാമവിഹൃതിം വ്യഥ കാനനേപി ച വിസാരി ശീതള കിശോരമാരുത മനോഹരേ സൂനസൗരഭമയേ വിലേസിത വിലാസിനീശത വിമോഹനം. ഇവിടെ ഭട്ടതിരിപ്പാട് പരന്ന് കൃഷ്ണ ഗുരുവായൂരപ്പ വിശേഷ ലീലകളാൽ, വിശേഷ ലീല എന്ന് വെച്ചാൽ ഓരോ കുട്ടികൾക്കും ഓരോരോ ലീലകളാണ്, ക്രീഡകൾ. ഒരു കുട്ടിക്ക് ഒരു രീതിയാണെങ്കിൽ മറ്റു കുട്ടി വേറൊരു രീതി. അവരവരുടെ മനസ്സിന് എന്താ ഇഷ്ടം അതുപോലെ. അതുകൊണ്ട് വിശേഷ ലീലകളാൽ ആകെ തളർച്ച ബാധിച്ചവരും അധികം ലാളിക്കപ്പെട്ടവരുമായ, കാരണം ഇവിടെ ഒരുപാട് കളിക്കുന്നു ക്രീഡ നടത്തുന്നവരുണ്ട്. ചിലർക്ക് ലാളിക്കപ്പെട്ട്, കാരണം ഭഗവാനും അത്രമാത്രം ആ സ്ത്രീയെ ആ ഗോപികയെ ലാളിപ്പിക്കും. എന്താണ് ഓരോ കുഞ്ഞുങ്ങളുടെ ഇഷ്ടം അതാണ്. അപ്പോൾ അങ്ങനെ തളർച്ച ബാധിച്ചവരും അധികം ലാളിക്കപ്പെട്ടവരുമായ ആ സ്ത്രീജനങ്ങളുമായി പരമാത്മാവായ കൃഷ്ണൻ കാളിന്ദീ ജലത്തിൽ കളിച്ച് രസിച്ച് തിമിർത്താഹ്ലാദിച്ചു. ഭംഗിയിൽ ജലക്രീഡ നടത്തി സന്തോഷിച്ചു. മാത്രമല്ല കുളിർത്ത മന്ദമാരുതൻ വീശിയടിക്കുന്ന ആ കരയിൽ മോഹിനിമാരായ അവരെ ശരിക്കും മോഹിപ്പിക്കുമാറ് ഉലാത്തി. അവിടെ ആ കരയിൽ നദീതീരത്ത് എത്രത്തോളം അതായത് നദിയിലിറങ്ങി കാളന്തി ജലത്തിൽ കളിച്ചും രസിച്ചും തിമിർത്ത് ആഹ്ലാദിച്ചിട്ട് ജലക്രീഡകൾ നടത്തിയിട്ട് പിന്നെന്ത് ചെയ്തു? മന്ദമാരുതൻ വീശിയടിക്കുന്ന ആ കരയിൽ, ആ തീരത്ത് കുളിർത്ത മന്ദമാരുതൻ വീശിയടിക്കുന്ന ആ കരയിൽ മോഹിനിമാരായ അവരെ ശരിക്കും മോഹിപ്പിക്കുമാറ് ഉലാത്തി. അവിടെയൊക്കെ സന്തോഷമായിട്ട് അങ്ങോട്ടോട്ടൊക്കെ കറങ്ങി അങ്ങനെ കുറേ സമയം അങ്ങനെ അവരെ ആനന്ദിപ്പിച്ചു. ഇങ്ങനെ ഭഗവാൻ ഗോപികമാരുമായി അതിശയകരമാം വിധം രതിക്രീഡ, വനക്രീഡ, ജലക്രീഡ എന്നീ 3 തരം ക്രീഡകളും നടത്തി ആനന്ദിച്ചു. അങ്ങനെയാണ് ഭഗവാൻ ഇവിടെ ഇതിൽ നമുക്ക് എന്ത് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ഓരോ തൊഴിൽ എന്തായാലും അത് ക്രീഡ പോലെ തന്നെയാണ്. അപ്പോൾ അതിൽ ഭഗവാനെ കൂടെ ചേർത്താൽ മതി. നമ്മൾ ഇപ്പം അരിയും കറിയും വെക്കുവാണോ, ഭഗവാനെ കൂടെ നമ്മൾ ചേർത്ത് പിടിക്കൂ. അപ്പോൾ അതിൽ ക്രീഡയാ, അതിൽ ആനന്ദിക്കാം.
എന്ത് ജോലി ചെയ്യുമ്പോഴും ആനന്ദിക്കാം. ഭഗവാനെ അത്രത്തോളം സ്നേഹിച്ച് ഭക്തിയോട് നിർത്തിയാൽ നമുക്ക് ഒത്തു നിൽക്കും ഭഗവാൻ. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് എന്താണ് നമ്മുടെ ജോലി, അല്ലെങ്കിൽ നമുക്ക് ആനന്ദിക്കണോ, ബ്രഹ്മാനന്ദം അനുഭവിക്കണോ എങ്കിൽ അങ്ങനെ, അഥവാ ഭജന നടത്തണോ അപ്പോഴും ഭഗവാൻ നമ്മുടെ കൂടെ നിൽക്കും. ഭജന പാടുന്നത് ഭഗവാനായിരിക്കും നമ്മുടെ ഉള്ളിലിരുന്ന് പാടുന്നത്. അപ്പോൾ നമ്മളൊന്ന് വായനയ്ക്ക് കൊടുത്താൽ മതി, ഈശ്വരനങ്ങ് നടത്തിക്കൊള്ളും. ഇങ്ങനെ ഓരോ ജോലികളും, അതാണ് ഞാൻ പറയുക, എല്ലാവർക്കും അവരുടെ ഇഷ്ടമനുസരിച്ച് ഭഗവാന് സാധിക്കും. നമുക്ക് ഇനി ഒരു ശ്ലോകം കൂടെ ഉണ്ട്, അതിപ്പം ഒരുപാട് സമയം എടുക്കും, അത് അടുത്ത പ്രാവശ്യം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.